കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് പരാതിയിൽ നടപടി. BLO എം രവിയെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നെന്നാരോപിച്ച് ആന്റണി പരാതി നൽകി. തൃശൂരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്ന പരാതിയും ഉയരുന്നുണ്ട്. നമുക്കൊരു ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമത്താ എന്നോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ വോട്ട് ചെയ്യുന്ന ചെയ്തു വിട്ടത്. നമ്മളത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി, നമുക്ക് പ്രശ്നമാണ്. ഇത് ഇനി എന്താ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. 20 നമ്പർ ബൂത്തിലെ BLO എം രവിയുടെ ഓഡിയോ സന്ദേശവുമായാണ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജ് കലക്ടർക്ക് പരാതി നൽകിയത്. ശില്പരാജിന്റെ ഇരട്ട വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു BLO രവിയും സംഘവും. ഇതിനിടയിലാണ് 5 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും താനത് റിപ്പോർട്ട് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന് അധിക വോട്ട് ലഭിച്ചോട്ടെ എന്ന് കരുതിയാണെന്നും എം രവി ശില്പരാജിനോട് പറഞ്ഞത്. അന്വേഷണ വിധേയമായാണ് എം രവിക്കെതിരായ നടപടി. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതായി ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇടതുമുന്നണിക്കാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ശാന്തി ഓഡിറ്റോറിയത്തിൽ ഒരു യോഗം ചേർന്നു. സ്ഥിരമായി ബാങ്ക് ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന 309 പേരുടെ യോഗമാണ് ചേർന്നത്. ഒരു CPM MLA ആണ് അവർക്ക് ക്ലാസ് എടുത്തത്. എന്ത് ജനാധിപത്യം! കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു MLA പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? തൃശൂരിൽ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരെന്ന പേരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നും പരാതി ഉയർന്നു. 73 പേരുടെ വോട്ടുകൾ ചേർത്തുവെന്നാണ് LDFന്റെ പരാതി. തിരുവനന്തപുരം പാറശാലയിൽ ജീവിച്ചിരിക്കുന്ന 3 വയോധികരെ മരിച്ചെന്നുകാട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണമുണ്ട്. 24 കാസർഗോഡ്.